രാഘവും ജഗദീഷും സഹോദരങ്ങളാണ്. രാഘവ് ഐസ് കോല വണ്ടിക്കട വെച്ചിരുന്നു. അതേസമയം ജഗദീഷ് ഒരു ജോലിയും ചെയ്യില്ല തന്നെ. പക്ഷെ എങ്കിലും അവൻ എവിടെ നിന്നോ കാശ് കിട്ടും. ഇതാ ചേട്ടത്തി, മാർക്കറ്റിൽ പോയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ സാരി ഞാൻ വാങ്ങിട്ട് വന്നതാ. സാരി വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ അനിയ, നിങ്ങൾക്ക് മാത്രം കാശ് എവിടെ നിന്നാ കിട്ടുന്നത്? ഇതൊക്കെ നിങ്ങൾ ചോദിക്കില്ല ചേട്ടത്തി, അതൊക്കെ ദൈവത്തിന്റെ സഹായമാണ്. ഞാൻ ജീവിതത്തിൽ എപ്പോഴും ഷോർട്ട് കട്ടാണ് തേടിക്കൊണ്ടിരിക്കുന്നത്, ഷോർട്ട് കട്ട്. അതുകൊണ്ട് ഞാനൊരു ദിവസം വലിയൊരു പൈസക്കാരനായിട്ടാവും. അപ്പോഴാണ് രാഘവ് വീട്ടിലേക്ക് വന്നത്. ഷോർട്ട് കട്ടിൽ തീർച്ചയായിട്ടും നീ ഒരു പൈസക്കാരനാവാം, പക്ഷെ ആ പൈസ വെച്ചിട്ട് നിനക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല മോനെ. എന്റെ ചേട്ടാ, എപ്പം നോക്കിയാലും ഇത് തന്നെ നിങ്ങൾ പറയല്ലേ. ഇത്ര സത്യസന്ധതയോടെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇത്രയും കൊല്ലായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തത്? ഇടയ്ക്കിടയ്ക്ക് ജഗദീഷ് ഇങ്ങനെ സംസാരിച്ച് തന്റെ ചേട്ടന്റെ വായ് മൂടി വെക്കും. അദ്ദേഹത്തിന്റെ അനിയൻ പറഞ്ഞത് നേരാണ്. കാരണം അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള മുന്നേറ്റവും ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനിയനെ അദ്ദേഹത്തെ കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. രാഘവ് വളരെ നല്ലവനാണ്. അദ്ദേഹം ഫിൽട്ടർ വെള്ളത്തോടൊപ്പം ഐസ് കട്ടികളും വാങ്ങും. പിന്നെ ഐസ് കോലയിലിടുന്ന ജ്യൂസും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയേ വാങ്ങുള്ളൂ. എന്റെ രാഘവ്, എത്രയോ വില കുറഞ്ഞ ജ്യൂസൊക്കെ ഉണ്ട്. ആവശ്യമില്ലാതെ ഇത്രയും വില കൂടിയുള്ള ജ്യൂസൊക്കെ വാങ്ങിയിട്ട് എന്തിനാ നീ നഷ്ടം അടയുന്നത് മോനെ? കാരണം എനിക്ക് ജനങ്ങളുടെ ശരീരം വളരെ മുഖ്യമാണ്. വില കുറവായുള്ള ജ്യൂസിലൊക്കെ കെമിക്കൽസ് ഉണ്ടാവും. കുട്ടികൾ അതൊക്കെ കഴിച്ചാൽ അവർക്ക് സുഖമില്ലാണ്ടായി പോവും. ഞാൻ ആർക്കും ഇതുപോലെ ദ്രോഹം ചെയ്യാൻ സഹായിക്കില്ല. ഓ എന്നാലും നീ വളരെ സത്യം തന്നെ. ശരി, ഇതാ നിന്റെ കോസ്റ്റ്ലി ആയിട്ട് ജ്യൂസ്, പിന്നെ ഫിൽട്ടറായ ഐസ് ക്യൂബ്സും പിടിച്ചോ. രാഘവ് കടക്കാരൻ പറയുന്നത് ഒരിക്കലും കേൾക്കില്ലായിരുന്നു. രാഘവിന്റെ ഐസ് കോല കട സ്കൂളിന്റെ വാതിലാണ് ഒട്ടിരുന്നത്. സ്കൂൾ കഴിഞ്ഞതും തന്നെ കുട്ടികൾ കൂട്ടമായി രാഘവിന്റെ ഐസ് കോല കടയിലേക്ക് വരും. അങ്കിൾ, എനിക്ക് യെല്ലോ കളർ തരൂ. എനിക്ക് റെഡ്. എനിക്ക് ഗ്രീൻ വേണം. പിന്നെ എനിക്ക് ബ്ലൂ. ഇരിക്കൂ, എല്ലാവർക്കും തരാം. രാഘവ് കുട്ടികൾക്ക് കളറായ ഐസ് കോലകൾ നൽകും. കുട്ടികളും വളരെ സന്തോഷത്തോടെ അദ്ദേഹം നൽകുന്ന ഐസ് കഴിക്കുമായിരുന്നു. ഇതാ സരിത, ഈ മാസത്തുള്ള വരുമാനം. ഇത് വളരെ കുറവാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ശർബത്തിന് വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ലാഭം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഐസിന്റെ വില അല്പം അധികരിക്കേണ്ടതല്ലേ? ഇല്ല സരിത, ഞാൻ വില കൂട്ടിയാൽ പിന്നെ ആ ചെറിയ കുട്ടികൾക്ക് വാങ്ങാനും പറ്റില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് കാരണം നമ്മുടെ വരുമാനം കുറയുന്നല്ലോ. ഒരു പ്രശ്നം വരില്ല. ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നതെല്ലാം തന്നെ ജഗദീഷ് കേട്ടു. ഹരിചന്ദ്രൻ ഭഗവാനേ, വാഴുക വാഴുക. നിങ്ങളുടെ നല്ലതിനെ പറ്റി നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ആലോചിക്കാൻ പോകുന്നത്? ഞാൻ എന്നെ പറ്റി ഞാൻ പഠിച്ചോളാം. നീയും എന്നെ പോലെ തന്നെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ശ്രമിക്കൂ. വേണ്ട ചേട്ടാ, വേണ്ട. ഞാൻ എന്റെ വഴിയിലേക്ക് പോവാം, നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് പോയിക്കോളൂ. ഞാൻ വേഗം തന്നെ പൈസക്കാരനാവും, അത് ഷോർട്ട് കട്ടിൽ. ദൈവത്തിന് വിചാരിച്ച് ഞാൻ പറയാണ്, നിന്നെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം വരാൻ പാടില്ല. രണ്ടുപേരും വ്യത്യസ്തമായവരാണ്. ഒരാൾ വടക്കാണെങ്കിൽ മറ്റാൾ തെക്കും. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ രാഘവിന്റെ ഭാര്യയ്ക്ക് ഒരു ഫോൺ കാൾ വന്നു. പിന്നീട് സരിത ഭയങ്കരമായി കരയാൻ തുടങ്ങി. എന്തു പറ്റി സരിത? ചേട്ടത്തി, എന്ത് സംഭവിച്ചു? എന്റെ അമ്മയ്ക്ക് ഒരുപാട് സുഖമില്ലാന്ന് അവര്. നീ വിഷമിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ നിന്റെ അമ്മേന്റെ വീട്ടിലേക്ക് പോവാം. രാഘവ് സരിതയെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് തന്റെ ഐസ് കട വ്യാപാരം ഓർമ്മ വന്നത്. എടാ ജഗദീഷ്, കുറച്ചു ദിവസം നീ എന്റെ ഐസ് കട നോക്കാൻ പറ്റുമോ? ശരി ഏട്ടാ, എന്തായാലും കുറച്ചു ദിവസം ഞാൻ ജോലി ചെയ്യുന്നില്ല. പിന്നെ ഇത് ചൂടുകാലല്ലേ, നിങ്ങൾ ഇപ്പൊ ഐസ് കട ഇട്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ നഷ്ടവും വരും. ചേട്ടൻ ഒരു കാര്യം വിഷമിക്കണ്ട, എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. നല്ല കാര്യം മോനെ. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചോ, ഫിൽട്ടറായ ഐസ് കട്ടി പിന്നെ വിലയുയർന്ന ഷർബത്താണ് നീ വാങ്ങേണ്ടത്. വില കുറവായിട്ട് നീ വാങ്ങിയാൽ അതിലെ കെമിക്കൽസ് ഉണ്ടാവും. അല്ല, ഓർമ്മയുണ്ട് ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. രാഘവ് തന്റെ ഭാര്യയെയും വിളിച്ചുകൊണ്ട് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. മറുവശത്ത് ജഗദീഷ് ഐസ് വണ്ടി കട നോക്കിക്കൊണ്ടിരുന്നു. അങ്കിൾ, എനിക്ക് റെഡ് കളർ. എനിക്ക് യെല്ലോ. അങ്കിൾ, വേറൊരു അങ്കിൾ വരുമല്ലോ, അദ്ദേഹം എവിടെയാ? അങ്കിള് ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട്, വേഗം തിരിച്ചു വരും. എനിക്ക് റെഡ് പിന്നെ യെല്ലോ രണ്ട് കളറിലും ഐസ് വേണം. ശരി മോളെ. ജഗദീഷ് എല്ലാ കുട്ടികൾക്കും കളറായി ഐസ് നൽകി. ഇതുപോലെ ദിവസവും ജഗദീഷ് ഐസ് വിറ്റുകൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹം നോക്കി, ജ്യൂസ് ബോട്ടിൽ എല്ലാം തന്നെ തീർന്നിരുന്നു. നാളെ രാവിലെ തന്നെ വരുന്ന മുമ്പ് എല്ലാ ജ്യൂസ് കളറും വാങ്ങണം. അദ്ദേഹം കുട്ടികൾക്ക് ഐസ് കോല ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ എല്ലാ ജ്യൂസ് ബോട്ടിലും തീർന്നുപോയി. അടുത്ത ദിവസം രാവിലെ ജഗദീഷ്
ജ്യൂസ്കാരന്റെ ഹോൾസെയിൽ കടയിലേക്ക് ചെന്നു. എല്ലാ കളറിലും ഒരു ബോട്ടിൽ വേഗം തരൂ. 100 റുപ്യന്റെ ബോട്ടിൽ വേണോ അല്ലെങ്കിൽ 50 റുപ്യന്റെ ബോട്ടിൽ വേണോ? രണ്ടത്തിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ലാഭത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ജഗദീഷിന് എപ്പോഴും കാശ് ഉണ്ടാക്കാനുള്ള ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഒരുപാടൊന്നും ആലോചിക്കാതെ വില കുറഞ്ഞ ജ്യൂസ് വാങ്ങി. അപ്പോ എന്നാ വില കുറവുള്ള സാധനം എന്നതാ? ഇതാ പോയി പിടിച്ചോ. പിന്നെ ഇവിടെ വില കുറഞ്ഞുള്ള ഐസ് കട്ടിയും കിട്ടും. ഈ 2 ഐസ് കട്ടിയിലും എന്ത് വ്യത്യാസമാണ് ഉള്ളത്? വില കുറവുള്ളത് ഫിൽട്ടർ ചെയ്യാത്ത ഐസ് കട്ടിയാണ്, പക്ഷെ അതും ശുദ്ധമായ വെള്ളം തന്നെയാണ്. എന്നാ ശരി, എന്നാ അത് തന്നെ തന്നേക്ക്. ജഗദീഷ് വില കുറഞ്ഞ ഐസ് കട്ടിയും പിന്നെ വില കുറഞ്ഞ ജ്യൂസും വാങ്ങി. എപ്പോഴും പോലെ അദ്ദേഹം തന്റെ കട ഓപ്പൺ ചെയ്തു. അവിടേക്ക് കുട്ടികൾ കൂട്ടത്തോടെ വന്നു. എനിക്ക് റെഡും ഗ്രീനും ഉള്ള കോല വേണം. അങ്കിൾ, എനിക്ക് ബ്ലൂ കോല. ശരി കുട്ടികളെ. ജഗദീഷ് ആ കുട്ടികൾക്ക് വില കുറഞ്ഞ ജ്യൂസിൽ ചെയ്ത ഐസ് കോല നൽകി. ദിവസം മുഴുവൻ കുട്ടികൾ ആ സ്റ്റാളിലേക്ക് കോല വാങ്ങിക്കാനായി വന്നുകൊണ്ടേയിരുന്നു. ജഗദീഷ് കോല ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നത്തെ ലാഭം 2 മടങ്ങായിട്ടുണ്ട്. ചേട്ടനും എന്നെ പോലെ തന്നെ ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്ന വഴി ഒന്നും കാണുന്നില്ലല്ലോ. ഇത്ര സത്യസന്ധമായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താ കിട്ടാൻ പോകുന്നത്? വൈകുന്നേരം തന്റെ വണ്ടിക്കട അദ്ദേഹം മൂടിയപ്പോൾ അപ്പോൾ കിട്ടിയ ലാഭം കണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ കുറെ ദിവസം ജഗദീഷ് ഇതുപോലെ വില കുറഞ്ഞ ജ്യൂസും ഐസ് കട്ടിയും വിറ്റുകൊണ്ടേയിരുന്നു. പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കടയിലേക്ക് കുട്ടികൾ കുറച്ചു വരാൻ തുടങ്ങി. അങ്കിൾ, എനിക്കൊരു മഞ്ഞ കോല. എന്തു പറ്റി? ഇന്ന് എന്റെ കുട്ടികൾ ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അങ്കിൾ, അവർക്ക് അസുഖം പിടിച്ചിരിക്കുന്നു. എന്തു പറ്റി അവന്? അവന് കോളറ വന്നു അങ്കിൾ. കോളറ വെള്ളം മൂലമായിട്ട് വരുന്നതാണല്ലോ. പിന്നീട് ജഗദീഷ് മറ്റൊരു കുട്ടിയോടും അത് ചോദിച്ചു. മോളെ, നിന്റെ ഫ്രണ്ടൊക്കെ എവിടെ പോയി? അങ്കിൾ, അവൾക്ക് സുഖമില്ല, അവൾക്ക് കോളറയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ജഗദീഷിന് പേടി തോന്നി. ഒരു പക്ഷേ കോളറ എന്നെ കൊണ്ടാണോ കുട്ടികൾക്ക് വന്നിട്ടുണ്ടാവുക? വില കുറവുള്ള ഐസ് കട്ടി കൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം വളരെ കുഴപ്പത്തിലായിരുന്നു. അദ്ദേഹത്തിന് പേടി തോന്നി കോളറ താൻ മൂലമായിരിക്കും പരവിയതെന്ന്. അദ്ദേഹം ഉടൻ തന്നെ തന്റെ ചേട്ടന് ഫോൺ ചെയ്തു. ചേട്ടാ, ഞാനൊരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്തു പറ്റി? ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാതെ വില കുറഞ്ഞുള്ള ജ്യൂസും ഐസ് കട്ടിയാണ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ടാണ് ചില കുട്ടികൾക്ക് കോളറ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ചേട്ടാ. എന്ത്? ഇപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല ചേട്ടാ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ ആ പിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ എന്ത് പാവാടാ ചെയ്തത്. ഇങ്ങനെയൊക്കെ നടക്കും ഞാൻ വിചാരിച്ച പോലില്ല ചേട്ടാ. ഞാൻ തെറ്റാണ് ചെയ്തത്. ഇപ്പൊ എന്താ ഏട്ടാ ചെയ്യുക? ആദ്യം നീ ആ ജ്യൂസ് ഐസൊക്കെ പുറത്തേക്ക് കളഞ്ഞാളെ. പിന്നെ ഇതുപോലെ നീ എപ്പോഴും ചെയ്യാൻ പാടില്ല. ആ, മനസ്സിലായി ചേട്ടാ. ജഗദീഷ് ഐസ്, ജ്യൂസ് എല്ലാം തന്നെ നദിയിൽ കൊണ്ടുപോയി കളഞ്ഞു. താൻ കാരണം കുട്ടികൾക്ക് അസുഖം ബാധിച്ചെന്ന് വിചാരിച്ച് ഒരുപാട് വിഷമിച്ചു. ഇതിനു ശേഷം ഞാൻ എന്നും ഇതുപോലെ തെറ്റ് ഞാൻ ചെയ്യേയില്ല. മറ്റുള്ളവർക്ക് കഷ്ടം വരാതെ ഞാൻ കാത്തിരിക്കും. ഞാൻ കുറച്ച് അത്യാഗ്രഹം കണ്ടുകൊണ്ട് കുട്ടികൾക്കാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ അത്യാഗ്രഹം പെടുകയില്ല. ഇനി പൈസ ഉണ്ടാക്കുന്ന ഷോർട്ട് കട്ട് വഴി നോക്കില്ല. ജഗദീഷിന്റെ ചിന്ത മുഴുവനും മാറി. എപ്പോഴും കാശിനെ കുറിച്ച് ആലോചിക്കുകയും അതുണ്ടാക്കാനുള്ള വഴി തേടുകയും ചെയ്ത അദ്ദേഹം ഇപ്പോൾ നേരായ വഴിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പാവപ്പെട്ടവനായ സച്ചിൻ ഇൻഡോറിൽ ഐസ്ക്രീം വിൽക്കുമായിരുന്നു. സച്ചിൻ രാത്രി 11 മണിവരെ ഐസ്ക്രീം വിൽക്കും. പിന്നീട് ഫാക്ടറിയിൽ അവന്റെ ഐസ്ക്രീം വണ്ടി വെച്ചതിനു ശേഷം വീട്ടിലോട്ട് പോവും. അവന്റെ ചെറിയ വീട്ടിൽ അവന്റെ വലിയ കുടുംബമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവന്റെ ഭാര്യ, 2 പിള്ളേര്, പിന്നെ അവന്റെ വയസ്സായ അച്ഛൻ. ആ ദീപക്, അഷ്ണ, നിങ്ങളിത് കഴിച്ചോളൂ. വാനില ഐസ്ക്രീം കിട്ടിപ്പോയി. എനിക്ക് കിട്ടിയത് ചോക്ലേറ്റ് ആണല്ലോ. ഇത് കഴിച്ചു കഴിഞ്ഞ് വാ നന്നായി കഴുകണം, ഇല്ലെങ്കിൽ നിങ്ങളെ പല്ല് കേടാകും. ഗീതേ, കഴിക്കാനെടുക്കൂ. പച്ചക്കറി ഇന്ന് തീർന്നു പോയി. വീർപൂരിൽ നിന്നുള്ള മാമി വന്നിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ട്. അതിന്റെ കൂടെ അതിഥികളും കൂടെ വന്നാൽ പിന്നെ ചപ്പാത്തി വെച്ചിട്ടുണ്ട്. ഓരോ ധാന്യത്തിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ പച്ചക്കറി അവർക്കുള്ളതാണ്, അതുകൊണ്ട് അവര് കഴിച്ചു. എനിക്ക് ആ പായസം തന്നാ മതി. സച്ചിന്, എനിക്കെന്താ ഐസ്ക്രീം കൊണ്ടുപോകുന്നില്ലേ? അച്ഛാ, താങ്കൾ പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. ഐസ്ക്രീം പ്രായമുള്ളവർ കഴിക്കാൻ പാടില്ല. മോനെ, കുറെ നാളായി മധുരമുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഐസ്ക്രീം നീ കൊണ്ടുവരുമെന്നാ ഞാൻ വിചാരിച്ചേ. അച്ഛൻ വിഷമിക്കണ്ട, അടുത്ത ദിവസം തന്നെ ഗുലാബ് ജാം അച്ഛന് ഞാൻ വാങ്ങിത്തരും.
സച്ചിന്റെ വീട് ശരിക്കും ചെറുതായിരുന്നു. ഒരു കൊടുങ്കാറ്റ് വന്നാൽ തീരാവുന്നതേയുള്ളൂ. എങ്ങനെയൊക്കെ അവര് കിടന്നുറങ്ങി. അമ്മയുടെ കാൽ എന്റെ തലയിൽ കൊള്ളുന്നു. ഇനി ഞാൻ കുറച്ചും കൂടെ പുറകോട്ട് പോയാലേ എന്റെ തല ഭിത്തിയിൽ ചെന്ന് ഇടിക്കും. ഭിത്തി ആണെങ്കിൽ ബലമുള്ളതല്ല. അമ്മയുടെ തല ഇടിച്ചേ ഭിത്തി പൊളിഞ്ഞ് അപ്പുറത്തെ പിങ്കി ആന്റിയുടെ വീട്ടിൽ ചെന്ന് കേറും. അച്ഛാ, മുകളിൽ ഒരു നില പണിയൂന്നേ. എല്ലാരും ഒരുമിച്ച് ഉറങ്ങുമ്പോ ഓവർലാപ്പിംഗ് ആവൂന്നേ. മക്കളെ, അമ്മയുടെ പാദസ്പർശമേകുന്നത് ഭാഗ്യമാണ്. കുറച്ച് മാസത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കൂ. പണം കിട്ടിക്കഴിയുമ്പോ നമുക്ക് പുതിയത് നിർമ്മിക്കാം. സച്ചിൻ രാവിലെ ഐസ്ക്രീം വണ്ടി എടുക്കാൻ അവന്റെ ഫാക്ടറിയിലോട്ട് പോകുമായിരുന്നു. പറയൂ, ഇന്ന് എത്ര രൂപയ്ക്ക് ഐസ്ക്രീം വേണം? എനിക്ക് ഒരു 2000 രൂപയുടെ ഐസ്ക്രീം മതി. വാനില ഐസ്ക്രീം കൂടുതൽ എടുത്തോളൂ. 2000 അല്ല, 3000 രൂപയ്ക്ക് എടുത്തോളൂ. കുറച്ചുകൂടെ നന്നായിട്ട് കച്ചവടം ചെയ്യൂ. ഇന്നാണെങ്കിൽ കൂടുതൽ ഐസ്ക്രീം ബാക്കിയുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ 2000 രൂപയേ ഉള്ളൂ. കാശിന്റെ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. നിങ്ങൾ ആദ്യമേ സാധനം എടുക്കൂ. സച്ചിൻ ഉച്ചയ്ക്ക് മുഴുവനും റോഡിലും മാർക്കറ്റിലും കറങ്ങുമായിരുന്നു. ഐസ്ക്രീം വേണോ? വാനില, മാംഗോ, ചോക്ലേറ്റ്, സ്ട്രോബെറിയും എല്ലാം ഉണ്ട്. കുട്ടികളും മുതിർന്നവരെല്ലാം കടന്നു വരൂ. ഈ ചൂടത്തൊരു തണുപ്പായിക്കൊള്ളട്ടെ. വാനില ഐസ്ക്രീം എത്രയ്ക്കാണ് മോനെ കൊടുക്കുന്നത്? വാനില ഐസ്ക്രീമിന് 20 രൂപയാണമ്മേ. 2 രൂപയുള്ള ഐസ്ക്രീം ഒന്നും ഇല്ലേ മോനെ? അമ്മേ, 2 രൂപയ്ക്ക് എൻ്റെ അടുത്ത് ഐസ്ക്രീം ഇല്ല. കുറച്ച് വില കുറഞ്ഞ ഐസ്ക്രീമും കൂടെ വെക്കണേ മോനെ. പാവപ്പെട്ടവരെങ്ങനെ ഐസ്ക്രീം കഴിക്കും? ഞാനും ഒരു പാവപ്പെട്ടവനാണമ്മേ. ഐസ്ക്രീമിന്റെ വില ഫാക്ടറിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ വെറും ഇടനിലക്കാരനാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സച്ചിന്റെ അടുത്തോട്ടൊരു ചെറുപ്പക്കാരൻ വന്നു. ചേട്ടാ, എനിക്ക് വേണ്ട ഐസ്ക്രീം മാംഗോയും ചോക്ലേറ്റും പിന്നെ സ്ട്രോബെറിയും കൂടെയുള്ള ഒരു മിക്സ്. അങ്ങനെ ഒരു ഐസ്ക്രീം കിട്ടില്ലല്ലോ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ. 3 ഐസ്ക്രീമും വാങ്ങിച്ചിട്ട് അത് 3ഉം കൂടെ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള മിക്സ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ശരി, എനിക്ക് 3 ഐസ്ക്രീം താ. സച്ചിൻ രാത്രി വിൽപ്പനയൊക്കെ കഴിഞ്ഞു ഫാക്ടറിയിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ ഐസ്ക്രീം വണ്ടിയുടെ ടയർ പഞ്ചറായി പോയി. അയ്യോ, ഞാൻ ഇനി ഫാക്ടറിയിൽ എത്തുമ്പോ ഒരുപാട് താമസിക്കുമല്ലോ. സച്ചിൻ വളരെ ബുദ്ധിമുട്ടി ഉന്തിത്തള്ളിയാണ് ഫാക്ടറിയിൽ വണ്ടി എത്തിച്ചത്. സച്ചിൻ, നീ എന്താ ഇത്രയും താമസിച്ചത്? ഞാൻ നിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തു. രാവിലെ നീ 1000 രൂപയുടെ കൂടുതൽ വാങ്ങിയില്ലേ? വേഗം പൈസ താ. അങ്ങുന്നേ, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും ഐസ്ക്രീം വിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യൂ, ഇത് തിരികെ എടുക്കാമോ? വണ്ടിയുടെ ടയറും പോയി. നാളെ അത് ശരിയാക്കണം. ഇല്ല, ഒരിക്കലും തിരിച്ചെടുക്കില്ല. നീ എടുത്തതിന്റെ പണം ഉടൻ തന്നെ തരണം. കൂടാതെ നീ നശിപ്പിച്ച ടയറിന്റെ പൈസയും. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാൻ കാരണമല്ല ടയർ പോയത്. അത് നല്ല പഴക്കമുള്ളതായിരുന്നു, അതുകൊണ്ട് പോയി. വണ്ടിക്കുണ്ടായ കേടുപാട് അത് ഫാക്ടറിയല്ലേ ശരിയാക്കി തരേണ്ടത്? ഇല്ല, ഫാക്ടറിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. ഇന്ന് നീ 1000 രൂപ സാധനത്തിന്റെയും 1000 രൂപ ടയറിന്റെയും തരണം. സച്ചിൻ ആ ദിവസം വിഷമത്തോടെയാണ് വീട്ടിൽ വന്നത്. അച്ഛാ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ഐസ്ക്രീമാ അച്ഛൻ കൊണ്ടുവന്നേ? നിങ്ങൾ എന്തിനാ ഐസ്ക്രീമിന് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നേ? പോയി കിടന്നുറങ്ങ. ഇന്ന് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടില്ല. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗീത സച്ചിനോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ പിള്ളേരോട് ദേഷ്യപ്പെട്ടത്? ഇന്ന് പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഫാക്ടറിയുടെ മുതലാളി ഇന്ന് കൂടുതൽ ഐസ്ക്രീം എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇപ്പോൾ പെട്ടെന്ന് പൈസ ചോദിക്കുന്നു. വണ്ടിയുടെ ടയറും പോയി. അതിനും പൈസ ഞാൻ തന്നെ കൊടുക്കണമെന്ന്. നിങ്ങൾ അങ്ങേരുടെ അടുത്ത് പോവേ വേണ്ട. കുറച്ച് ദിവസം കൂലിപ്പണിക്ക് പോ. എന്നിട്ട് ഒരു ഈ റിക്ഷ വാങ്ങ്. ഈ റിക്ഷയിലാവുമ്പോ പെട്രോളിന്റെ ചെലവില്ല. പിന്നെ അത് നമ്മുടെ സ്വന്തം ജോലിയാവുമ്പോ എപ്പ തോന്നുന്നോ മനസ്സ് തോന്നുമ്പോഴൊക്കെ അത്രയും ജോലി ചെയ്താൽ മതി. അതിനൊരു തലവേദനയില്ല. അടുത്ത ദിവസം സച്ചിൻ ഫാക്ടറിയിലോട്ട് പോയില്ല. എന്നിട്ടൊരു കോൺട്രാക്ടറിന്റെ കൂടെ കൂലിപ്പണിക്ക് വേണ്ടി കുറച്ചു ദിവസം നഗരത്തിൽ നിന്നും പുറത്തോട്ട് പോയി. അപ്പുറത്താണെങ്കിൽ ഫാക്ടറിയുടെ മുതലാളി കുറെ ദിവസങ്ങളായി സച്ചിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ ഒരു ഐസ്ക്രീംകാരനോട് ചോദിച്ചു. അവനാണെങ്കിൽ അവരുടെ അയൽപക്കമായിരുന്നു. എടാ വണ്ടി, സച്ചിൻ എവിടെ? കുറച്ചു ദിവസമായി കാണുന്നില്ലല്ലോ. സാർ, സച്ചിൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ജോലി ചെയ്യാൻ വേണ്ടി. അയാൾ ഇനി ഇങ്ങോട്ട് വരില്ല. അത് ശരി, എനിക്ക് പൈസ തരാനുണ്ടായിട്ട് അവൻ മുങ്ങിയ. താമസിക്കാതെ തന്നെ അവൻ മടങ്ങി വരും. അപ്പൊ ഞാൻ പൈസ വാങ്ങിക്കോളാം. എന്റെ പേര് ശങ്കർ റെഡ്ഡി എന്നാണ്. ഞാൻ അവനെ എന്നേക്കുമായി വേണേ ഇല്ലാതാക്കി കളയും. എന്നെ പറ്റിച്ചിട്ട് അവന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല.
സച്ചിൻ കുറച്ചു നാൾക്ക് ശേഷം പൈസയൊക്കെ ഉണ്ടാക്കി വീട്ടിലോട്ട് വന്നു. അവനൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു. തേങ്ങയൊക്കെ ഉടച്ച് മറ്റുള്ളവർക്ക് മധുരമൊക്കെ കൊടുത്തു. ബോണ്ടിയുടെ അവിടെയും പ്രസാദം എത്തി. ഇന്നാ ബണ്ടി ചേട്ടാ പ്രസാദം, ഞങ്ങളുടെ വീട്ടിലെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. നല്ല വാർത്തയാണല്ലോ ചേച്ചി. സച്ചിൻ ഇതോടുകൂടി രക്ഷപ്പെട്ടു. ബണ്ടി ചെന്ന് ഫാക്ടറിയുടെ മുതലാളിയോട് ഈ കാര്യം പോയി പറഞ്ഞു. സാർ, സച്ചിൻ പുതിയ ഓട്ടോറിക്ഷ വാങ്ങി. ഇപ്പോൾ അവന്റെ കുടുംബം മൊത്തം സന്തോഷിക്കുന്നു. ഇന്ന് തന്നെ ഒരാളെ അവന്റെ വീട്ടിലേക്ക് വിടുന്നുണ്ട്. രാത്രി തന്നെ ഒരാള് അവന്റെ വീട്ടിലെത്തി. സച്ചിൻ, എന്നെ ശങ്കർ റെഡ്ഡി സാർ വിട്ടതാണ്. നീ അയാളുടെ പൈസ കൊടുത്തിട്ടില്ലെന്ന്. അത് തിരിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം നിന്നെ വിളിക്കുന്നു. എന്റെ കയ്യിൽ ശങ്കർ റെഡ്ഡിയുടെ പൈസയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സാധനങ്ങൾ ആ വണ്ടിയെ തന്നെയുണ്ട്. പിന്നെ ടയറിന്റെ പൈസ കൊടുക്കേണ്ടത് ഞാനല്ല. ശങ്കർ റെഡ്ഡിയോട് പറഞ്ഞേക്കൂ, ഞാൻ അവന്റെ അടിമയല്ലെന്ന്. സംഗാറെഡ്ഡിയുടെ ആള് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സംഗാറെഡ്ഡിയോട് പോയി പറഞ്ഞു. അവൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിയെന്ന് കരുതി ഇപ്പോൾ തന്നെ അവൻ എന്നേക്കാൾ വലിയ ധനികനായെന്നാണോ വിചാരം? അവൻ അത്രയ്ക്ക് അഹങ്കാരമോ? അവന്റെ അഹങ്കാരം തീർത്തു കൊടുക്കാം. അവൻ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്റെ മുൻപിൽ തന്നെ വരും, ജോലി തരാൻ പറഞ്ഞ്. സച്ചിന്റെ വീട് ഒരു ചെറിയ മുടുക്കിലായിരുന്നു. ഓട്ടോറിക്ഷ അവന്റെ വീട് വരെ എത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഓട്ടോറിക്ഷ സച്ചിൻ ഒരു കടയുടെ മുമ്പിലാണ് നിർത്തിയിട്ടിരുന്നത്. നിങ്ങളാണെങ്കിൽ ഓട്ടോറിക്ഷ അവിടെ റോഡിലിട്ടിട്ട് വരും. ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ എന്ത് ചെയ്യും? ഏയ്, ഈ ഓട്ടോറിക്ഷ ആരെടുത്തുകൊണ്ട് പോവാനാ? ഒരുപാട് പേരുടെ വാഹനങ്ങൾ അവിടെ ഇടുന്നുണ്ടല്ലോ. പക്ഷെ അവർക്കാർക്കും പേടിയില്ലല്ലോ. പിന്നെ ഞാനെന്തിനു പേടിക്കണം? എന്നെ പോലുള്ള പാവപ്പെട്ടവൻ ആരാണ് ശത്രു ഉള്ളത്? നോക്കൂ, ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒരു സാരി വാങ്ങി. പിന്നെ കുട്ടികൾക്ക് ഗുലാബ് ജാമുൻ. സംഗാറെഡ്ഡി തഞ്ചത്തിൽ ബണ്ടിയോട് ചോദിച്ചറിയും സച്ചിൻ എവിടെയാണ് റോഡിൽ അവന്റെ റിക്ഷ നിർത്തിയിട്ടേക്കുന്നതെന്ന്. സംഗാറെഡ്ഡി ഒരു രാത്രിയിൽ വണ്ടി എടുക്കുന്ന ക്രെയിനെ അങ്ങോട്ടേക്ക് വിട്ടു. എന്നിട്ട് സച്ചിന്റെ ഓട്ടോറിക്ഷ പൊക്കി. അല്ല, ഈ ഓട്ടോറിക്ഷ നിങ്ങൾ എവിടോട്ട് കൊണ്ടുപോകുന്നു? ഞാൻ സർക്കാരിൽ നിന്നാണ്. ഈ റോഡിൽ ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല. വാഹന വകുപ്പിൽ പിഴ അടിച്ചതിന് ശേഷം മാത്രമേ വാഹനം ഇനി തിരിച്ചു കിട്ടൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സംഗാറെഡ്ഡിയുടെ ആള് ഓട്ടോറിക്ഷ പൊക്കിക്കൊണ്ടുപോയി. ഒരുപാട് ദൂരം പോയതിനു ശേഷം അവനൊരു ഹൈവേയിലെത്തി. ഹൈവേയുടെ സൈഡിലായിട്ട് ഒരു നദി ഉണ്ടായിരുന്നു. ക്രെയിൻ ആണെങ്കിൽ ഈ ഓട്ടോറിക്ഷനെ അങ്ങനെ അവിടെ തള്ളിയിട്ടു. റിക്ഷ നേരെ തെന്നി താഴത്തോട്ട് പോയി ആ നദിയുടെ അകത്തോട്ട് മുങ്ങിപ്പോയി. രാവിലെ ആയപ്പോൾ സച്ചിൻ ഓട്ടോറിക്ഷ എടുക്കാൻ വേണ്ടി റോഡിലോട്ട് വന്നു. അവൻ നോക്കുമ്പോൾ അവിടെ അവന്റെ റിക്ഷ ഉണ്ടായിരുന്നില്ല. അവൻ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി. അപ്പോ അവിടെ നിന്ന ആള് അവനോട് പറഞ്ഞു, ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഒരാള് വന്ന് നിന്റെ വണ്ടി എടുത്തോണ്ട് പോയി. അവൻ ട്രാൻസ്പോർട്ട് ഓഫീസിൽ എത്തി. ഞങ്ങളിങ്ങനെ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ പേരിൽ ആരോ നിങ്ങളെ പറ്റിച്ചു. ആ വാഹനം കൊണ്ടുപോയിരിക്കുകയാണ്. സച്ചിൻ ഓട്ടോറിക്ഷനെ ഒരുപാട് അന്വേഷിച്ചു. അവൻ എവിടെയും അവന്റെ ഓട്ടോറിക്ഷ കാണാൻ പറ്റിയില്ല. സച്ചിൻ അവന്റെ ഓട്ടോറിക്ഷ തപ്പി തപ്പി ഹൈവേ വരെ എത്തിയായിരുന്നു. ആ നട്ടുച്ച വെയിലത്ത് അവൻ നടക്കുകയായിരുന്നു. അവന് പെട്ടെന്ന് തല കറങ്ങി. അവൻ ഹൈവേയുടെ സൈഡിലായിട്ട് തല കറങ്ങി അങ്ങ് വീണു. കറങ്ങി കറങ്ങി അവൻ നേരെ എത്തിയത് ആ നദിയുടെ വക്കിൽ തന്നെയാണ്. രാത്രി വരെ സച്ചിന് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ മഴ തുടങ്ങിയ സമയത്ത് മഴയുടെ തുള്ളികൾ കണ്ണിൽ വീണ് അവന് ബോധം വന്നു. ഞാനിപ്പോൾ എവിടെയാണിത്? സച്ചിൻ നോക്കുമ്പോൾ ആ നദിയിൽ താമര പൂത്തിരിക്കുന്നു. ഒരു താമരയുടെ അകത്ത് കുറെ ഐസ്ക്രീം നിറഞ്ഞിരിക്കുന്നു. സച്ചിൻ അവിടുന്ന് ഒരു താമര അങ്ങെടുത്തു. എന്നിട്ട് ആ ഐസ്ക്രീം കഴിച്ചു നോക്കി. ഈ ഐസ്ക്രീമിന് നല്ല മധുരമുണ്ടല്ലോ. എന്റെ ഓട്ടോറിക്ഷ ഇനി തിരിച്ചു കിട്ടില്ല. ഈ താമരയിലുള്ള ഐസ്ക്രീം വിറ്റാൽ എനിക്ക് നല്ല വരുമാനം കിട്ടും. സച്ചിൻ അവന്റെ വീട്ടിലോട്ട് പോയി ഒരു പെട്ടി എടുത്തോണ്ട് ആ നദിയുടെ അടുത്തോട്ട് വന്നു. എന്നിട്ട് ഓരോ താമര എടുത്ത് ആ പെട്ടിയുടെ അകത്ത് വെച്ചു. എന്നിട്ട് അവൻ അതും എടുത്തോണ്ട് പോയി. സച്ചിൻ എന്നിട്ട് ഐസ്ക്രീം നിറഞ്ഞ താമര വിൽക്കാൻ തുടങ്ങി. കടന്നു വരൂ, താമരക്കുള്ളിലുള്ള ഐസ്ക്രീം കഴിക്കൂ. ആൾക്കാരൊന്നും താമരയുടെ അകത്ത് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചന്തയില് സച്ചിന്റെ അടുത്തോട്ടുള്ള തിരക്ക് കൂടി വന്നു. അങ്ങനെ എന്നും സച്ചിൻ ആ നദിയുടെ അടുത്ത് പോയി ഐസ്ക്രീമുള്ള താമര എടുത്തോണ്ടുവരും. എന്നിട്ടത് വിൽക്കുകയും ചെയ്യും. ബണ്ടിയും ഐസ്ക്രീമിന്റെ വണ്ടി എടുത്ത് ചന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഐസ്ക്രീം ഒന്നും വിറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. ബണ്ടി, എന്താ ഇത്?
നീ കൊണ്ടുപോയ മുഴുവൻ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്നോ? എന്താ കച്ചവടമില്ലേ? സാർ, സച്ചിൻ താമരപ്പൂവിലുള്ള ഐസ്ക്രീമാണ് വിൽക്കുന്നത്. ആൾക്കാർക്ക് അത് തിന്നാനാണ് കൂടുതൽ ഇഷ്ടം. ഞാനും അത് കഴിച്ചു നോക്കി. ആ ഐസ്ക്രീമിന്റെ രുചി നമ്മുടെ ഐസ്ക്രീമിനേക്കാൾ വളരെ വലുതാണ്. പിന്നെ വിലയും കുറവാ. ഓ, അതാണ് കാര്യം. സച്ചിൻ എന്റെ ബിസിനസ് നശിപ്പിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഫാക്ടറി പൂട്ടും. നീ കുറച്ച് ക്ഷമിക്കോ വേണ്ടി. ഞാൻ ചെയ്യുന്നത് കണ്ടോ? ഒരു ദിവസം ഒരു വയസ്സൻ സച്ചിന്റെ അടുത്ത് വന്നു. മോനെ, എന്റെ അടുത്ത് കാശില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ എനിക്ക് ആ താമരപ്പൂ ഐസ്ക്രീം കിട്ടുന്ന സ്ഥലം ദയവായി ഒന്ന് പറഞ്ഞു തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയിരുന്ന ആവശ്യത്തിന് ഐസ്ക്രീം കഴിച്ചോളാം. എന്നെ ഒന്ന് സഹായിക്കൂ. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. കുറച്ചു ദിവസം മുൻപാണ് സച്ചിന്റെ അച്ഛന്റെ മരണമുണ്ടായത്. ആ വയസ്സന്റെ മുഖം കണ്ടപ്പോൾ അവന്റെ അച്ഛനെ ഓർമ്മ വന്നു. സച്ചിൻ ആ വയസ്സനെ രാത്രിയായപ്പോൾ ആ നദിയുടെ അടുത്തോട്ട് കൊണ്ടുപോയി. ഇതാണെങ്കിൽ ഇവിടുന്നാണ് ഞാൻ താമര എടുക്കുന്നത്. ഞാൻ രാത്രിയിൽ വരുമ്പോൾ ഇവിടുന്ന് താമര ഐസ്ക്രീം കിട്ടും. എനിക്കറിയില്ല ഇത് എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന്. പക്ഷേ ഈ താമര ഐസ്ക്രീം കൊണ്ടാണ് ഞാൻ ഈ കാശുണ്ടാക്കുന്നത്. ആ വയസ്സനെ അവിടെ വിട്ടത് സംഗാർ റെഡ്ഡി ആയിരുന്നു. ആ വയസ്സനായ ആള് സംഗാർ റെഡ്ഡിയോട് എല്ലാം പോയി പറഞ്ഞുകൊടുത്തു. ശരി അങ്കിൾ, ഇതോടുകൂടി താങ്കളുടെ ജോലി കഴിഞ്ഞു. ഇതാ താങ്കളുടെ പൈസ. ഇവിടുന്ന് പോയിക്കോളൂ. ആരോടും ആ കുളത്തിനെ കുറിച്ച് പറയണ്ട. ഞാൻ ഒറ്റയ്ക്ക് ആ കുളത്തിലേക്ക് പോയിക്കോളാം. സംഗാർ റെഡ്ഡി ഒരു ട്രക്കും കൊണ്ട് ആ നദിയുടെ അടുത്തെത്തി. പക്ഷെ അവൻ അവിടെ ഒരു താമരയും കാണാൻ പറ്റിയില്ലായിരുന്നു. ഇതെന്താ, ഇവിടെ താമരയൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു താമര വെള്ളത്തിനടിയിലാണെന്ന്. സംഗാർ റെഡ്ഡി ആ നദിയുടെ അകത്തോട്ട് പോയി നോക്കി. അവൻ ശ്വാസം പിടിച്ച് ആ നദിയുടെ അകത്ത് ഒരുപാട് നേരം തപ്പി നോക്കി താമരയ്ക്ക് വേണ്ടി. പെട്ടെന്ന് അവന്റെ കാലൊരു സാധനത്തിൽ ഉടക്കി. സച്ചിൻ നോക്കുമ്പോഴേക്കും അവന്റെ കാലുടക്കിയത് സച്ചിന്റെ ഈ ഓട്ടോറിക്ഷയിലായിരുന്നു. അവൻ അവിടുന്ന് അത് എടുക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. അവന്റെ കാൽ അവിടുന്ന് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. സംഗാർ റെഡ്ഡിക്ക് ഒരുപാട് നേരം അവന്റെ ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. വെള്ളത്തിന്റെ അകത്ത് തന്നെ അവൻ ബോധം കെട്ടുപോയി. ആ നദിയുടെ മേളിലായിട്ട് അവനെ കാണാൻ പറ്റി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സച്ചിൻ ആ നദിയുടെ അടുത്ത് വന്നു താമര എടുക്കാൻ. അപ്പോഴാണ് അവൻ കാണുന്നത് സംഗാർ റെഡ്ഡിയുടെ ശരീരം അതിന്റെ മേളില്. അവൻ എന്നിട്ട് സംഗാർ റെഡ്ഡിയുടെ ബോഡി പുറത്തോട്ട് എടുത്തു. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് സംഗാർ റെഡ്ഡിക്ക് ശരിക്കും ബോധം വന്നത്. റെഡ്ഡി എങ്ങോന്നേ? അങ്ങെങ്ങനെ ഇവിടെ വന്നു? സംഗാർ റെഡ്ഡിയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു. എന്നോട് ക്ഷമിക്കൂ സച്ചിൻ. ഞാനാണ് നിന്റെ റിക്ഷ കുളത്തിലേക്ക് ഇട്ടത്. ഞാൻ നിന്റെ താമര മോഷ്ടിക്കാനായിട്ട് വന്നതാ. പക്ഷെ വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോ നിന്റെ റിക്ഷ അവിടെ ഉണ്ടായിരുന്നു. അതിൽ എന്റെ കാലുടക്കി. ഞാൻ വെള്ളത്തിൽ ശ്വാസം പൊട്ടിക്കിടന്നു. നീ സമയത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ കാണില്ലായിരുന്നു. നീ ഒരിക്കലും എന്റെ ശത്രു അല്ല. പക്ഷെ എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഭ്രാന്തനായി മാറി. അത് സാരമില്ല. ഇപ്പോൾ അങ്ങേക്ക് അങ്ങയുടെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലായില്ലേ? നിന്റെ ഐസ്ക്രീമിനോട് മത്സരിച്ച് എനിക്ക് ജയിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ ഫാക്ടറി ഉപേക്ഷിച്ച് വേറൊരു നാട്ടിൽ ഫാക്ടറി ഇടാൻ പോവുക. സംഗാർ റെഡ്ഡി എന്നേക്കുമായി ആ നഗരം വിട്ടുപോയി. സച്ചിനാണെങ്കിൽ ആ താമരയിലുള്ള ഐസ്ക്രീം വിറ്റ് ഒരുപാട് പണക്കാരനായി. എന്നിട്ട് അവൻ സ്വന്തമായി ഒരു ഫാക്ടറി തുടങ്ങി. ഗോമതി നഗർ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറിപ്പോയി. ജനങ്ങൾ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ഗോമതി നഗറിലുള്ള ജനങ്ങൾ മാത്രം, അതായത് പഴയ ജീവിതശൈലികളാണ് വളരെ നല്ലതെന്ന് ആ ഗ്രാമജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ജീവിച്ചാലേ ജീവിതത്തിൽ സ്വസ്ഥത കാണുമെന്ന് അവരെല്ലാവരും വിശ്വസിച്ചിരുന്നു. അതേസമയം ഗഗൻ തന്റെ കുടുംബത്തെയും കൂട്ടി ഗോമതി നഗറിലേക്ക് വന്നു. അവർക്ക് ഈ ഗ്രാമത്തിൽ അവരുടെ പിതൃത്തുക്കളുടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഈ സ്ഥലം കാണുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് ജീവിച്ചില്ലേ, ആ സ്ഥലമായിരുന്നു ഇതിലും നല്ലതല്ലേ? ഈ സ്ഥലത്തിൽ ജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ല, ടിവിയെ കുറിച്ചും ഒരു അറിവുമില്ല. എനിക്കിപ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷനും എടുക്കണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പഴയ വീട്ടിൽ തന്നെ പോകാം. ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ തന്നെ ജീവിച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ചെയ്യാം. കുറച്ചു വർഷം നമ്മൾ ഇവിടെ ജീവിച്ചേ പറ്റൂ. വരൂ, ഗോമതി നഗറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ വെളിയിൽ നിന്നും ആരും വരില്ലെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. ഈ വീടും സ്ഥലവും ഇങ്ങനെ തന്നെ കിടക്കുമെന്ന് ഞാൻ കരുതി. ആ തലവാ, ഞാൻ താങ്കളെ ചെറുപ്പത്തിൽ എങ്ങനെ കണ്ടു? നിങ്ങൾ ഇപ്പോഴും
അതുപോലെ തന്നെയുണ്ട്. ചെറുപ്പത്തിൽ കണ്ടതാ. ഞാൻ ഇപ്പോഴാണ് നിങ്ങളെ വീണ്ടും കാണുന്നത്. എനിക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷം മോനെ. വരൂ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നില്ലേ? വൈകാതെ കൃഷിപ്പണികളും തുടങ്ങൂ. കൃഷിപ്പണി ചെയ്ത് കുടുംബത്തിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങൂ. എന്നോട് ക്ഷമിക്കൂ, ഞാനിവിടെ കൃഷിയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതിനു മുൻപ് ഞാൻ നഗരത്തിൽ ഐസ്ക്രീം വിൽക്കുകയായിരുന്നു. ഐസ്ക്രീം വിറ്റ് ഞാനും എൻ്റെ കുടുംബവും വളരെ സന്തോഷത്തിൽ അവിടെ ജീവിക്കുകയായിരുന്നു. എന്നാൽ നഗരത്തിൽ വന്ന ആ രോഗം, പിന്നെ പണത്തിന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഈ ഗോമതി നഗറിലേക്ക് വന്നതാ. ഈ ഐസ്ക്രീം എന്ന് വെച്ചാൽ എന്താ? അത് എന്താണെന്ന് മോൻ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അത് ചെയ്ത് അത് നമുക്ക് ഈ ഗ്രാമത്തിന് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രാമത്തിന് മനസ്സിലാകും നീയും ഈ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. അവർക്കൊരു വിരുന്ന് കൊടുത്തതുപോലെയും ആകും. ഗ്രാമത്തലവന്റെ വാക്കുകൾ കേട്ട് ഗഗനും അയാളുടെ ഭാര്യയും വീട്ടിൽ തന്നെ തണുപ്പുള്ള ഐസ്ക്രീം ഉണ്ടാക്കി അത് ഗ്രാമജനങ്ങൾക്ക് വിൽക്കാനും തീരുമാനിച്ചു. നമുക്ക് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വിരുന്ന് നൽകണം. ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ തന്നെ ഐസ്ക്രീം കച്ചവടം നടത്തിയാൽ? നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഗഗനും മധുവും ഗ്രാമജനങ്ങളോട് എല്ലാവരോടും ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞ് അവരെ എല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് വിരുന്നിനും വിളിച്ചു. ഗ്രാമജനങ്ങൾ എല്ലാവരും ആദ്യമായി ഗഗനുണ്ടാക്കിയ ഐസ്ക്രീം കഴിച്ചതും അവർക്ക് എന്തോ അമൃതം കഴിക്കുന്നത് പോലെ തോന്നി. ഗ്രാമജനങ്ങൾ എല്ലാവരും ഗഗന്റെ പാൽ ഐസ്ക്രീമിന് ഒരു വലിയ ഫാനായി തന്നെ മാറി. എല്ലാവരും ആ ഐസ്ക്രീം കഴിച്ച് അവരെ പുകഴ്ത്തി. ഐസ്ക്രീം വിരുന്ന് അവസാനിച്ചതും ഗ്രാമത്തലവൻ ഗഗനോട് സംസാരിച്ചു. പിന്നെ ഗ്രാമജനങ്ങളെ എല്ലാം പ്രതിനിധിയാക്കി അദ്ദേഹം ഗഗനോട് നന്ദിയും പറഞ്ഞു. അപ്പോൾ ഗഗൻ ഗ്രാമത്തലവനോട് ഇങ്ങനെ പറഞ്ഞു: തലവാ, ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഐസ്ക്രീം കച്ചവടം ഈ ഗ്രാമത്തിൽ തുടങ്ങിയാലോ? ഇതിലൂടെ വീട്ടുചിലവിന് കുറച്ച് പണവും കിട്ടും, പിന്നെ നമുക്കും കുട്ടികൾക്കും കുറച്ച് സന്തോഷവും കിട്ടും. അയ്യോ, ഇതിനെക്കുറിച്ച് നീ ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ ചെയ്യാം. ഗ്രാമജനങ്ങൾക്ക് ഒന്നും പറ്റാത്തത് വരെ, അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് വരെ നിനക്ക് ധാരാളമായ ഐസ്ക്രീം വിൽക്കാം. അതുമല്ലാതെ ഇതുണ്ടാക്കുന്നത് പാലുകൊണ്ടല്ലേ. അടുത്ത ദിവസം മുതൽ ഗഗനും പിന്നെ മധുവും ഒരു ചെറിയ ഉന്തുവണ്ടിയിൽ അവർ ഐസ്ക്രീം ഉണ്ടാക്കി അത് ഗ്രാമം മുഴുവനും വിൽക്കാനും തുടങ്ങി. ഐസ്ക്രീം കച്ചവടം അവർ തുടങ്ങിയ ഉടനെ അവരുടെ കച്ചവടവും വളരെ നന്നായി മുൻപോട്ട് പോയി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ കുട്ടികളും മുതിർന്നവരും പിന്നെ ഗ്രാമത്തിലുള്ള സ്ത്രീകൾ എല്ലാവരും അവരുടെ ഐസ്ക്രീം വന്ന് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ കച്ചവടം ആദ്യ ദിവസം തന്നെ നന്നായി പോകുന്നുണ്ടല്ലേ? നാട് മുഴുവനും നമ്മളെ കുറിച്ചാ പറയുന്നത്. ഇനി കുറച്ചുകൂടി പണമുണ്ടാക്കി നമുക്ക് ഈ വീടും അങ്ങ് ശരിയാക്കാം. പിന്നെ നമ്മുടെ കുട്ടികളെ അടുത്തുള്ള സ്കൂളിലും നമുക്ക് ചേർക്കാം. അങ്ങനെ സംഭവിച്ചാൽ വളരെ നല്ലതായിരുന്നു. നിന്റെ വായിൽ തേനൊഴിക്കണം. കാലം അങ്ങനെ കടന്നുപോയി. ഗഗൻ തന്റെ ഐസ്ക്രീം ഉന്തുവണ്ടിയും എടുത്തുകൊണ്ട് ഗോമതി നഗർ മുഴുവനും ഐസ്ക്രീം വിറ്റു. നല്ല ലാഭം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അയാൾ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലും പോയി ഐസ്ക്രീം വിൽക്കാൻ തുടങ്ങി. അതോടൊപ്പം അവരുടെ കുട്ടികളെ ഒരു നല്ല സ്കൂളിലും ചേർത്തു. എന്നാൽ ഗഗന്റെ ഈ സന്തോഷം ഒരുപാട് ദിവസം നീണ്ടു നിന്നില്ല. ഗോമതി നഗരത്തിലുള്ള കുറച്ച് കൊച്ചുകുട്ടികളും കുറച്ച് മുതിർന്നവർക്കും ഗഗന്റെ ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് അവർക്ക് അസുഖം പിടിപെട്ടു. ഇങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അസുഖം പിടിപെട്ടതിനുള്ള കാരണം ഗഗന്റെ ഐസ്ക്രീമാണെന്ന് പറഞ്ഞ് ഗ്രാമജനങ്ങളെ എല്ലാവരും കുറ്റം പറഞ്ഞു. ഗ്രാമജനങ്ങൾ എല്ലാവരും ഗഗന്റെ വീട്ടിലേക്കും വന്നു. വെളിയിൽ വാ, നീ നിന്റെ സിറ്റിയുടെ ഗുണം ഇവിടെ വന്ന് കാണിച്ചല്ലോ. ഈ ഗ്രാമം മുഴുവനും നിന്റെ ഐസ്ക്രീം കഴിച്ച് അസുഖം കൊണ്ട് വലയുക. കൊച്ചു കുട്ടികളും പ്രായമായവരും വേദന കൊണ്ട് പിടയുക. നീ ഇവിടെ വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യുകയാണോ? ഈ ഐസ്ക്രീം കാരണമോ? എന്നാൽ ഞങ്ങൾ ഐസ്ക്രീമിൽ വേറെ ഒന്നും ഇട്ടില്ലല്ലോ. ഞങ്ങൾ നല്ല പാലും നല്ല സാധനങ്ങളുമാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്റെ മകന് എങ്ങനെ രോഗം വന്നോ? ഇന്നലെയാണ് എന്റെ മകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചത്. തലവാ, ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ ഗ്രാമത്തിൽ നിന്നും ഓടിച്ചു വിടൂ. ഇവനെ ഇങ്ങനെ വിട്ടാൽ മുഴുവൻ ഗ്രാമത്തിനെയും കവളിപ്പിച്ച് ഐസ്ക്രീം വിൽക്കും. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കൂ. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ എല്ലാവർക്കും നല്ലതേ ചെയ്യാൻ കരുതിയുള്ളൂ, തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി മാപ്പ് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുഴുവൻ ഗ്രാമജനങ്ങളെയും ഭേദമാക്കൂ. നിങ്ങൾ ഗ്രാമജനങ്ങളെ ആദ്യം ഇരുന്നതുപോലെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് താമസിക്കാം. അല്ലെങ്കിൽ കുടുംബത്തോടെ ഈ ഗ്രാമത്തിൽ നിന്നും നീ പോയേ പറ്റൂ. ശരി തലവാ, എനിക്കതിന് സമ്മതമാ.
നിങ്ങൾ ചുമത്തുന്ന ഈ കുറ്റം ന്യായമല്ല എന്ന് ഞാൻ തെളിയിക്കും. ഗ്രാമജനങ്ങൾ അസുഖം പിടിപെട്ടതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഗഗന് എന്ത് മനസ്സിലായെന്നാൽ അയാൾ ഏത് പാലുപയോഗിച്ചാണോ ഐസ്ക്രീം ഉണ്ടാക്കിയത് ആ പാല് കേടായതായിരുന്നു. അയാൾ പാൽക്കാരനോട് പോയി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഗ്രാമം മുഴുവനും എന്നെ ശകാരിക്കുക. എല്ലാം താൻ കാരണമാ സംഭവിച്ചത്. എന്തിനാ ഇങ്ങനെ ചെയ്തത് പറ. എന്നോട് ക്ഷമിക്കൂ ഗഗൻ, നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഞാൻ തലവൻ പറഞ്ഞിട്ടാ ചെയ്തത്. താൻ എന്തായി പറയുന്നത്? തലവൻ എന്തിന് ഇങ്ങനെ പറയണം? കാരണം നീ ഗ്രാമത്തിൽ ഒരുപാട് ഫേമസ് ആയി. അത് കണ്ട് അയാൾക്ക് അസൂയയാ. അയാൾ ഇനി നീ ഈ ഗ്രാമത്തിൽ കാണാൻ പാടില്ലെന്ന് കരുതി നിന്നെ ഇവിടെ നിന്ന് ഓടിച്ച് നിന്റെ കൃഷിനിലവും അയാൾ കൈക്കലാക്കാൻ നോക്കി. ഗഗന് ഇതെല്ലാം കേട്ട് ഒരുപാട് അത്ഭുതം തോന്നി. പിന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താനും ചിന്തിച്ചു. അയാൾ വീട്ടിലേക്ക് പോയതും തന്റെ ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഗ്രാമത്തലവൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. അദ്ദേഹം ഈ തെറ്റിന് പരിഹാരം ചെയ്തേ പറ്റൂ. നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? എന്റെ കയ്യിലൊരു വഴിയുണ്ട്. ഞാൻ ഇവർക്ക് നാരങ്ങാമുളക് ഐസ്ക്രീം ഉണ്ടാക്കി വിൽക്കാം. ഇതിലൂടെ അവർക്ക് പിടിപെട്ട അസുഖം എല്ലാം ഭേദമാകും. മുളക് ഐസ്ക്രീമോ? അതെന്താണ്? ഇതും ഒരു തരത്തിലുള്ള ഐസ്ക്രീമാണ്. ഇതിൽ പാല് കൊണ്ടുണ്ടാക്കിയ ക്രീം, പിന്നെ മുളക്, പിന്നെ മുളകിന്റെ പേസ്റ്റ് മതിലിടണം. അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനാവശ്യമുള്ള ഒരുക്കങ്ങൾ നീ ചെയ്യ്. കുറച്ച് തേന്, പിന്നെ കുറച്ച് ശർക്കരയും നീ തയ്യാറാക്ക്. പിന്നെ വരുമ്പോൾ മുളക് മാർക്കറ്റിൽ നിന്നും വാങ്ങി വാ. ഗഗൻ പറഞ്ഞതുപോലെ മധു എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അങ്ങനെ ഗഗൻ മുളക് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചോ അതേപോലെ തന്നെ ആ ഐസ്ക്രീമും തയ്യാറായി. ഗഗൻ ആ ഐസ്ക്രീം ഐസിന്റെ പെട്ടിയിൽ വെച്ച് ആ ഗ്രാമത്തിലുള്ള അസുഖം പിടിപെട്ട എല്ലാവരുടെയും വീട്ടിൽ പോയി അവർക്ക് ഈ ഐസ്ക്രീം കൊടുത്തു. ഈ ഐസ്ക്രീം ഞാൻ നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു തവണ നിങ്ങൾ ഈ ഐസ്ക്രീം കുഞ്ഞിന് കൊടുക്കൂ. ഈ ഗ്രാമം മുഴുവനും ഈ ഐസ്ക്രീം കഴിച്ച് ഭേദമാകും. ഇത് എന്റെ റിക്വസ്റ്റ് ആണ്. ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? എന്റെ മകന് വീണ്ടും അസുഖം വന്നാൽ എന്ത് ചെയ്യും? ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. നിങ്ങളുടെ കുഞ്ഞിന് ഈ ഐസ്ക്രീം ഒന്ന് കൊടുക്കൂ. നിങ്ങളുടെ കുഞ്ഞിന് പൂർണ്ണമായും ഭേദമാകും. ഗഗന്റെ കയ്യിൽ നിന്നും ഐസ്ക്രീം വാങ്ങി അവർ അവരുടെ മകന് അത് കൊടുത്തു. അത് കഴിച്ചതും ആ കുട്ടിയുടെ അസുഖം പൂർണ്ണമായും ഭേദമായി. എരിവ്, എരിവ്, വെള്ളം കൊണ്ടുവാമേ. അമ്മേ, വെള്ളം. കുട്ടി ഇങ്ങനെ കരയുന്നത് കണ്ട് ഗ്രാമജനങ്ങൾ എല്ലാവരും അവിടെ ഒത്തുകൂടി. ഗഗൻ ആ കുട്ടിക്ക് തേനും കൊടുത്തു. അത് കഴിച്ചതും ആ കുട്ടിയും ശാന്തനായി. ഗ്രാമജനങ്ങൾക്ക് എല്ലാവർക്കും സത്യവും മനസ്സിലായി. അതായത് മുളക് ഐസ്ക്രീം കഴിച്ചതുകൊണ്ട് രോഗം ഭേദമാകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഗ്രാമത്തലവൻ ചെയ്ത കാര്യവും ഗഗൻ ഗ്രാമജനങ്ങളോട് പറഞ്ഞു. ഇത് കാരണം ഗ്രാമജനങ്ങൾ എല്ലാവരും ചേർന്ന് ഗ്രാമത്തലവനെ ഗ്രാമത്തിൽ നിന്നും തുരത്താൻ നോക്കി. വേണ്ട വേണ്ട, ഇയാളെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കണ്ട. ഇയാൾക്ക് ചെയ്തതിനുള്ള ശിക്ഷ മാത്രം കൊടുത്താൽ മതി. അതെ, ഇയാൾക്കുള്ള ശിക്ഷ എന്തെന്നാൽ അയാൾ ഈ ഗ്രാമത്തിലിരുന്ന് താൻ ചെയ്തതോർത്ത് നാണിക്കണം. ഗ്രാമജനങ്ങൾ എല്ലാവരും മുളക് ഐസ്ക്രീം കഴിച്ച് ഭേദമായി. അങ്ങനെ ഗഗന്റെ ഐസ്ക്രീം കച്ചവടവും വളരെ നന്നായി മുൻപോട്ട് പോയി. അതോടൊപ്പം തന്റെ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് അയാൾ ആ ഗ്രാമത്തിൽ ഒരു സമാധാനമുള്ള ജീവിതവും ജീവിച്ചു.